ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഡിസംബർ മന്ത് റീഡിംഗ് ആണ്. അതായത് ഡിസംബർ മന്തിലെ സന്തോഷങ്ങൾ അറിയാമല്ലോ. നമുക്ക് ക്രിസ്മസ് വരുന്ന മാസമല്ലേ ഡിസംബർ മന്ത്. നമ്മളെല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെ ഈ ഒരു മാസത്തിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്. ഫസ്റ്റ് പൈൽ ഇതാണ്. ഫസ്റ്റ് പൈൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. സെക്കൻഡ് പൈൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ്. ഇത് ഫസ്റ്റ്. നമ്പർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ല എങ്കിൽ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സൺഫ്ലവർ ആണ്, ഇത് ബട്ടർഫ്ലൈ ആണ്. ഇത് സെക്കൻഡ് കാർഡ്. കണ്ടോ? ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പൈൽ റീഡിംഗ് അല്ലേ, അപ്പോൾ നമ്മൾ കളക്റ്റീവ് റീഡിംഗ് ആണ് എടുക്കുന്നത്, അതായത് മന്ത് റീഡിങ്ങിന്. എല്ലായ്പ്പോഴും അങ്ങനെയാണല്ലോ. ഇവിടെ നമ്മൾ ഷഫിൾ ചെയ്തിട്ടുള്ളത് ഏഞ്ചൽസിൻ്റെ മെസ്സേജ്, ആൻസിസ്റ്റേഴ്സിൻ്റെ മെസ്സേജ്, അതുപോലെ തന്നെ ഒറക്കിൾ കാർഡ്സ്, അതുപോലെ മൂണോളജി കാർഡ്സ്, അതുപോലെ എനർജി ഒറക്കിൾ എന്ന് പറഞ്ഞ കാർഡ്സ് ഉണ്ട്, അതുപോലെ ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ്. ഇത്രയും കാർഡുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടാരോ കാർഡ്സ് കൂടി റീഡ് ചെയ്യും. അത് 10 കാർഡ്സ് വീതം എടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഫർമേഷൻസ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ, ചേഞ്ചസ്, ബ്ലെസ്സിങ്സ് ഒക്കെ ഇന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ്, ത്രീ ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, സെവൻ ഓഫ് സോർഡ്സ്, ടെൻ ഓഫ് കപ്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് പെന്റക്കിൾസ്, ടു ഓഫ് കപ്സ്. 10 കാർഡ്സ് ആയ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്? സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ കുറേ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കുറച്ച് വരുമാനം കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഡേ ആൻഡ് നൈറ്റ് പരിശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജി. നമുക്ക് നോക്കാം, നമുക്ക് വന്നിട്ടുള്ള കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം ഉണ്ട്.
ഒന്നിനും ഒരു പ്രശ്നവുമില്ല, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷെ നിങ്ങൾ എന്തിനോ വേണ്ടി അതിന് കംപ്ലീഷൻ വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം കൂടി വന്നു ചേരണം. അതിനായിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അത്രമാത്രം നിങ്ങളിവിടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കൂടുതലായിട്ട് പ്രേ ചെയ്തുകൊണ്ട്, കൂടുതലായിട്ട് അതിനുവേണ്ടി എഫേർട്ട് എടുത്തുകൊണ്ട്, ഹൃദയം കൂടുതലായിട്ട് ആവേശത്തോടു കൂടി ഒത്തിരി ഇമോഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാത്തു നിൽക്കുന്നത് ഇവിടെ വന്നു ചേരാനാണ് കൂടുതലായിട്ട് സാധ്യതയുള്ളത് എന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടി ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമായ ഒരു കാര്യങ്ങളുണ്ടോ, ന്യായമാണോ, നിങ്ങളുടെ ഭാഗത്തുള്ളത് ന്യായമാണോ, ന്യായത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്, അതുമല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൂടുതലും ന്യായത്തിന്റെ പക്ഷത്തു നിന്നാണോ, സത്യസന്ധമായിട്ടാണോ നിങ്ങളുടെ പ്രവർത്തികൾ, എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വന്നു ചേരും, വരാനുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായൊരു റിസൾട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെയും സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ പഴിചാരിയിട്ടുണ്ട്, ചിലപ്പോൾ കള്ളം പറയാനുള്ള പ്രവണത മറ്റുള്ളവർക്കുണ്ട്, അത് നിങ്ങളിൽ ചുമത്തിയിട്ടുണ്ടെങ്കിൽ, വെറുതെ കുറ്റാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, നിങ്ങൾക്കാണ് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തോ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കഷ്ടതകൾ ഒരുപാടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവയെല്ലാം മറികടന്നിട്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളെയും നിങ്ങൾ അവഗണിച്ചുകൊണ്ട്, ചുറ്റിനുമുള്ള പ്രശ്നങ്ങളെ അതിനെല്ലാം നിങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളോട് പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തികൾ വന്നു ചേരാനായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നു, അവർ വന്നു ചേരാനാവണം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അവർ വന്നു ചേരാൻ വേണ്ടി നിങ്ങളിവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വന്നു ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ പാർട്ട്ണർ ആവണം. ഇവിടെ അവർ നിങ്ങളോട് വന്നു ചേരാതിരിക്കില്ല. കാരണം ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ളതാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അവരിവിടെ നിങ്ങളുമായിട്ട് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും, വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക് പോകാനും പാർട്ട്ണർഷിപ്പ് ചേർന്ന് അതുപോലെ കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ സോൾമേറ്റ് കണക്ഷൻ അത്രമാത്രം ഗാഠമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നിറപ്പകിട്ടാർന്ന ഒരു ജീവിതത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു, ഇരു കൈകളും കോർത്ത് പിടിച്ച്. അപ്പോൾ ഇവിടെ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിലില്ല, റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലല്ല, നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിലാണെന്നിരുന്നോട്ടെ, അവിടെ നിങ്ങൾക്കൊരു പാർട്ട്ണർ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെയുള്ള ആ പാർട്ട്ണറും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ 2-3 പേർ കൂടി ചേർന്ന് പുതിയതായിട്ട് എന്തോ മണി ഏൺ ചെയ്യാനുള്ള എന്തോ കാര്യങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനായിട്ട് ഒരു തുടക്കം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടും മണി ഏൺ ചെയ്യുക, പുതിയൊരു സംരംഭത്തിലേക്ക് നിങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നിങ്ങൾ 2-3 പേർ കൂടി ചേർന്ന് ആലോചിക്കുകയാവാം, അല്ലെങ്കിൽ അതിലേക്ക് മുന്നിട്ടിറങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത്, നിങ്ങളിനി എന്തിനെല്ലാം പരിശ്രമിച്ചു പോയോ, എന്തൊക്കെ നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ കുടുങ്ങിയിട്ടുണ്ടോ, അതുമല്ല എന്തെങ്കിലും മോശകരമായ ചില സാഹചര്യങ്ങളിലാണോ നിങ്ങൾ ഇപ്പോൾ പെട്ടിട്ടുള്ളത്,
അവിടെ നിന്ന് നിങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മറികടക്കുക മാത്രമല്ല, അവിടെ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളൊരു പോസിറ്റീവായ സാഹചര്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു രക്ഷയിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത് എന്നാണ് കാണുന്നത്. മനസ്സിലായോ? ഇത് വളരെ നല്ല എനർജിയാണ്. ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിസന്ധികളെയും നിങ്ങൾ മറികടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയോ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിറഞ്ഞ സന്തോഷത്തോടുകൂടി കുടുംബസഹിതം നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും യാത്രകളിലേക്ക് പോകാനാവാം. അതുമല്ല എങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ കൂടിച്ചേർന്ന് കുട്ടികളും ഒത്തുചേർന്ന് നല്ല ഒരു സന്തോഷകരമായ ഫാമിലിയിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. മനസ്സിലായോ? അത്രമാത്രം സന്തോഷം ഇവിടെ റെയിൻബോസ് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ കുറെ നാളുകൊണ്ട് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ പാടുപെട്ടിട്ടും സാധിക്കാതിരുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സാധിക്കാൻ പോകുന്നത്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രതീക്ഷിച്ച് ഒരുപാട് നിരാശയിലാണ്ടിരുന്ന ചില ആൾക്കാരുണ്ടാവാം. അവിടെയൊക്കെയും എന്താണ് ഇവിടെ സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കുട്ടികളും ഒത്തുചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക്, നല്ലൊരു ഫാമിലിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിവിടെ ഇതുവരെയും അതിനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് പുതിയ ജോലി കിട്ടാനാവാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചില ലോട്ടറീസ് ഒക്കെ കിട്ടാനാവാം. അതുമല്ല അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഏതെങ്കിലും ധനാഗമ മാർഗങ്ങൾ വരുന്നതായിട്ടും കാണാം. അങ്ങനെയല്ലേ, പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആയിരിക്കാം, അതാണ് ഇവിടെ കാണുന്നത്. എന്തോ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വരാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ഒന്ന് സൂത്രപ്പണിയൊക്കെ ഒപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊന്ന് ജയിക്കാനുള്ള ഒരു തന്ത്രം നിങ്ങൾ മെനയുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഒരു എന്തായാലും ചില 7 ഓഫ് സോർഡ് എന്ന് പറയുമ്പോൾ ചീറ്റിങ്ങിന്റെ കാർഡാണ്. ഇത് മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകാം എന്ന് വേണമെങ്കിലും നമുക്കിവിടെ പറയാം. ഇവിടെ 3 ഓഫ് വാൻസിന്റെ എനർജി. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നിങ്ങൾ പക്ഷെ ഒരേ ഒരു കാര്യത്തിലേക്ക് ഊന്നി നിൽക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്യം കൊടുക്കുന്നു, ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ ദൃഷ്ടി നട്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ആവണം. വിദേശത്ത് പോകണമെന്ന് ഒത്തിരി കാലം കൊണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്ന എനർജി ആവാം. എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൂടി വന്നു ചേരണം, അതിനായിട്ട് മാത്രം ഇവിടെ നോക്കി നിൽക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഇനി അതുമല്ല വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയും നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, നമുക്ക് നോക്കാം. അത് നമുക്ക് ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം. ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്നാണ് പറയുന്നത്. അതോറിറ്റിയിലേക്ക് ചാർജ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് കഴിയും, നിങ്ങളെ കൊണ്ട് കഴിയും, ഒരു അതോറിറ്റി പവറിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഒരു സ്ഥാനത്തേക്ക്, നല്ല ഒരു പൊസിഷനിലേക്ക് തിരികെ വരാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അല്ലെങ്കിൽ അത് നേടി ആ ഒരു സ്ഥാനം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയും. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കൂ എന്നുള്ളതാണ്. നിങ്ങൾ ചാർജ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ശക്തി കൊണ്ടുവരൂ, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കൂ, നിങ്ങൾ അതായിട്ട് ആയിത്തീരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു പദവി ഉണ്ടല്ലോ, ഒരു അധികാര പദവി നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായിരിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഒന്ന് ചാർജ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ്, ഷീൽഡ് മെയ്ഡൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്ലാനുകളൊക്കെ ഒന്ന് സ്വരുക്കൂട്ടിയെടുക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്യൂ, അതിലേക്ക് ഫോക്കസ് ചെയ്യൂ, അപ്പം നമുക്ക് സക്സസ് വരും എന്നുള്ളതാണ്. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണല്ലോ, സ്വപ്നം കാണും, പല കാര്യങ്ങളും പ്ലാനിങ് ആണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന, അതും അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറില്ല, ഫോക്കസ് ചെയ്യാറില്ല. പ്ലാൻ ചെയ്യുക മാത്രമാണ് നടക്കുന്നത് പലപ്പോഴും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലാൻ ചെയ്യൂ, ഫോക്കസ് ചെയ്യൂ, അത് നേടാനായിട്ട് ഫോക്കസ് ചെയ്യൂ എന്നാണ്
പറയുന്നത്. അതിലേക്ക് ദൃഷ്ടി കൊണ്ടുവരൂ എന്ന്. അടുത്തതായിട്ട് അൺലീഷ് ദ വൈൽഡ് വിത്തിൻ ഷിയൂൾഫാണ്, അതായത് പഞ്ചനായ. അപ്പം ഇവിടെ എന്താണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു വന്യമൃഗം ഉറങ്ങിക്കിടപ്പുണ്ട് അല്ലെ. വന്യമൃഗം എന്ന് പറയുമ്പോൾ എന്താണ്, ആവേശത്തിൻ്റെതായ ഒരു എനർജിയാണത്. അപ്പൊ ഈ ആവേശത്തിന്റെ എനർജി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ എന്താണ്, ആവശ്യം വരുമ്പോഴൊന്നും അത് പ്രയോഗിക്കുന്നില്ല, അതിനെ പുറത്ത് കൊണ്ടുവരുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്, പലപ്പോഴും മടി പിടിച്ചിരിക്കുകയാണ്. നാളെയാട്ടെ മറ്റന്നാളാകട്ടെ, അത് ചിന്തിക്കണം, അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലെ വന്യമൃഗത്തെ അഴിച്ചുവിടൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തൂ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു എനർജി ഉണ്ട് നമ്മുടെ ഉള്ളിൽ, പക്ഷെ നമ്മൾ അത് കാണുന്നില്ല, അതിനെ പ്രയോഗിക്കുന്നില്ല. ഇപ്പൊ പറയുന്നത് എന്താണ്, ആൻസിസ്റ്റേഴ്സ് പറയുന്നത് എന്താണ്, നിങ്ങളത് പ്രയോഗത്തിൽ കൊണ്ടുവരൂ. അങ്ങനെ ആ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നത്. ആ ആവേശം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ഇവിടെ റിലീസാണ്. ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. കാരണം ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ വിചാരിക്കും പോസിറ്റീവായിട്ടുള്ള സൈഡിലേക്ക് മാത്രം നീങ്ങണം. നെഗറ്റീവായിട്ടുള്ള എനർജി എന്നിലുണ്ടെങ്കിൽ അത് കളയാനായിട്ട് എനിക്കിനി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതിലേക്ക് പ്രവർത്തിക്കാൻ വരുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, അതിനെയൊക്കെ റിലീസ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇനി റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന് റിലീസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ റിലീസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഫൊർഗീവ്നെസ് ആണ് പിന്നെ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കർമ്മയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ട്, നേടണം എന്ന് കരുതി പരിശ്രമിക്കും നിങ്ങൾ. പക്ഷേ എന്താണ്, ദൈവത്തിനോടൊരു അപേക്ഷ നടത്തില്ല. ഇതെന്റെ കർമ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നില്ല. അപ്പോൾ കർമ്മയാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോട് ഒരു മാപ്പപേക്ഷ നടത്തേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം എന്നാൽ മാത്രമേ ചെയ്തു പോയ തെറ്റുകൾക്ക് നമ്മൾ മാപ്പ് പറഞ്ഞുവെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു നല്ല സമയം വരൂ. അല്ല എങ്കിൽ ചെയ്തു പോയ ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് ഒരു മുക്തി ലഭിക്കുകയുള്ളൂ. അതാണ് പറയുന്നത് ഇവിടെ. എന്താണ്, ഫൊർഗിവ്നെസ് പറയൂ. അതായത് ഐ ആം സോറി. എല്ലാ ദിവസവും രാവിലെ 11 തവണ യൂണിവേഴ്സിനോട് ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫൊർഗിവ് മീ, ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഫൊർഗിവ് മീ, ദയവായി എനിക്ക് മാപ്പ് തരൂ. താങ്ക് യു, എനിക്ക് മാപ്പ് തന്നതിന് നിങ്ങൾക്ക് നന്ദി. ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 11 തവണയെങ്കിലും കുറഞ്ഞത് നമുക്ക് യൂണിവേഴ്സിനോട് ഇത് പറയാവുന്നതാണ്. ഉച്ചയ്ക്ക് 11 തവണ പറയുക, വൈകിട്ട് 11 തവണ പറയുക. ഇങ്ങനെ കുറേ ദിവസങ്ങൾ, കുറഞ്ഞത് ഒരു 21 ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് വെറുതെ അങ്ങ് ആർക്കാനും വേണ്ടി പറയുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് പറയണം. നമ്മൾ ഹൃദയം കൊണ്ട് ഒരുപാട് ഫീൽ ചെയ്ത് പറയണം. കണ്ണിലെങ്ങനെ കണ്ണുനീര് പൊടിയണം, കണ്ണിൽ കണ്ണുനീര് പൊടിയണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളൊന്ന് ആർദ്രമാകുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ ഒരു പ്രപഞ്ചത്തിന്റെ വൈബ്രേഷൻ നമ്മളിലേക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളുടെ വൈബ്രേഷൻ അവിടെയും എത്തുകയുള്ളൂ. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നത്. നമ്മളുടെ കർമ്മയിൽ നിന്ന് നമ്മളൊന്ന് മുക്തരായി വരുന്നത്. കുറേശ്ശെ മുക്തരാകും. വലിയ വലിയ കർമാസ് ഉണ്ടായിരിക്കും, ഒരുപാട് കാലം അനുഭവിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ. പക്ഷെ അവിടെ അതിൻ്റെതായ ആ ദിവസങ്ങളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കഷ്ടകാലത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ പറയൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ്, മിറക്കിൾസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മിറക്കിൾസ് സംഭവിക്കും, അതിശയങ്ങൾ, നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ അതിശയങ്ങൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അവിചാരിതമായിട്ട് ഒക്കെയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനാഗമ മാർഗം വരും. ചില വിജയങ്ങൾ വരും. മനസ്സിലായി? ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാനും കഴിയും. എങ്ങനെയാണ്? നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഫൊർഗിവ്നെസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കർമ്മ റിലീസാകുന്ന ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മിറക്കിൾസ് വരും. സ്പിരിച്വലായിട്ടുള്ള ഒരു വേയിലൂടെ നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അങ്ങനെയാണ് നിങ്ങളിലേക്ക് അതിശയങ്ങൾ സംഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണ്? ഇവിടെ ലെറ്റ് ഗോ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ലെറ്റ് ഗോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ലെറ്റ് ഗോ ചെയ്യണമെന്നാണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെ, ബന്ധങ്ങളെ, നമുക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന ഏത് സാഹചര്യമുണ്ടോ അവിടെ നമുക്കതിനെ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ട, വിട്ടുകളയാം അതിനെ. മനസ്സിലായി? ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളിലേക്ക് സംസാരിക്കാൻ വന്നു, നമുക്കത് വേണ്ടെന്ന്, അവരുടെ എനർജി നമ്മളുടെ എനർജിയുമായിട്ട് മാച്ചാവുന്നില്ല. അവർ പറയുന്നതൊന്നും നമുക്ക് ശരിയാവുന്ന കാര്യങ്ങളല്ല. അങ്ങനെയെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ടെന്ന് വെക്കാവുന്നതാണ്. അപ്പൊ പല കാര്യങ്ങളെയും നമുക്ക് വിട്ടുകളയാവുന്നതാണ്. പല പ്രശ്നങ്ങളെയും, ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ എല്ലാം കൂടെ നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. നമ്മളങ്ങ് വീമ്പ് പറയുകയാണ്. നമുക്ക് 1000 ഉണ്ട്, 2000 ഉണ്ട്, ഇൻസ്റ്റഗ്രാമില് അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ കിടക്കുവാണ് അങ്ങ് ഫ്രണ്ട്സ്. എന്തിനാണ്? നമ്മളുടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ, നമുക്കൊരു സാമ്പത്തികപരമായ ഒരു അത്യാവശ്യം വരുമ്പോൾ ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല. നമ്മുടെ ദുഃഖം കേട്ട് സന്തോഷിക്കാൻ അവിടെ ആൾക്കാർ കാണും. പക്ഷെ നമ്മളെ ഒരു സഹായത്തിന് അപൂർവം ആരെങ്കിലും ചിലപ്പോൾ കണ്ടെന്നിരിക്കും, അല്ലേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇത്രമാത്രം ഫ്രണ്ട്സിന് ഒന്നും വേണ്ട. ഈ ആവശ്യമില്ലാത്തതിനെ ഒക്കെ ലെറ്റ് ഗോ ചെയ്യൂ. എന്നിട്ട് ഒന്നോ രണ്ടോ നമ്മുടെ സമയം കളയുകയാണ് വെറുതെ, അല്ലേ? അപ്പൊ ഇതിലൂടെ നമ്മുടെ സമയം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യൂ, വിട്ടുകളയൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ബി അസർട്ടീവ്. എന്നിട്ടോ, നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകൂ. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളില്ല, ആവശ്യമില്ലാത്ത ഒരു പണിക്കും നമ്മൾ പോകുന്നില്ല. നമ്മൾ ദൈവികമായ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നു. പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. തെറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെയോ അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് അസർട്ടീവ് ആകാൻ, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കാൻ സാധിക്കും, അല്ലേ? കാരണം നമ്മളിലേക്ക് നല്ല ജസ്റ്റിസ് നമുക്ക് ലഭിക്കും. കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കും. ബി അസർട്ടീവ്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകൂ. കാരണം നമ്മൾ വിജയത്തിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഇവിടെയോ ബിഗ് ഹാപ്പി ചേഞ്ചസ്. അങ്ങനെ വരുമ്പോഴെന്താണ്? വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ടില്ലേ? അതുകൊണ്ടൊക്കെ നല്ല പ്രയോജനമാണുള്ളത്. ഇവിടെ എന്താണ്? വളരെ വലിയ ഹാപ്പി ചേഞ്ചസ് ആണ്, ബിഗ് ഹാപ്പി ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. നമ്മൾ എനർജി ഒറക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. പേഴ്സണലായിട്ടൊരു ഹീലിംഗ്, നമുക്ക് വ്യക്തിപരമായിട്ടൊരു സുഖപ്പെടൽ, നമ്മളുടെ അസുഖങ്ങൾ കുറച്ചൊന്ന് മാറിക്കിട്ടുന്ന ഒരു സമയം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹാപ്പിനെസ്, സന്തോഷവും വരാൻ പോകുന്നുണ്ട്. എവിടെ വരെ ആയിട്ടുണ്ട്? നമ്മുടെ ഗേറ്റിൽ വരെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് ഡോറിൽ വരെ വന്നിട്ടുണ്ട്. അത് വരും. നമ്മളിലേക്ക് ഇനി എത്തിച്ചേരാൻ അധികം താമസമില്ല എന്ന് മനസ്സിലാക്കുക. അറിയാവോ? അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ്? കമ്മ്യൂണിറ്റി. നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഒന്ന് തിളങ്ങാൻ, സമൂഹത്തിലൊന്ന് തിളങ്ങാനുള്ള ഒരു എനർജി നമുക്ക് കിട്ടിയില്ലേ ഇപ്പൊ തന്നെ, അല്ലേ? അപ്പൊ നമുക്കിതെല്ലാം കേട്ടതോടുകൂടി നമ്മൾ നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിലൂടെയും നമുക്ക് സമൂഹത്തിലൊന്ന് തിളങ്ങാനുള്ള അവസരം ലഭിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾക്ക് സമൂഹത്തിൽ തിളങ്ങാനുള്ള അവസരമാണ്. അത് വിട്ടുകളയാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നല്ല സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. സന്തോഷിക്കാനുള്ള സമയമാണ്. ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടികളിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള സമയം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയോ കെയറിങ് കണക്ഷൻസ് ആണ്. നിങ്ങളെ കെയർ ചെയ്യാൻ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പങ്കാളി, നിങ്ങൾക്ക് 2 of Cups വന്നതാണ് നമ്മുടെ ടാരോ കാർഡ്സ് എടുത്തപ്പോൾ. അപ്പൊ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പങ്കാളി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? പിന്നെ ഏത് പ്രായമായാലും, എത്ര പ്രായമായാലും ഈ മാസം തന്നെ നിങ്ങളെ കെയർ ചെയ്യുന്ന പങ്കാളി നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം. നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം, അല്ലെ? അവർ നമുക്ക് ആശ്വാസം തരും, അവർ നമുക്കൊരു കെയറിങ് തരും. ഇനി അതുപോലെയോ നമ്മൾ സ്നേഹിക്കുന്ന പങ്കാളിയാണെങ്കിലോ അവിടെ നമുക്ക് നല്ല കെയറിങ്
കണക്ഷനാണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് മൂണോളജിയാണ് വന്നിരിക്കുന്നത്. എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ എന്നാണ് കാണുന്നത്. ഒരു വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ആരോടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് വരാൻ പോകുന്നത്, അത് തീരാറായിരിക്കുന്നു. മനസ്സിലായോ? അതിനൊരു തീരുമാനമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആരോടെങ്കിലും വ്യക്തിപരമായിട്ട് നമുക്ക് വല്ല വൈരാഗ്യമോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അതിനൊരു തീരുമാനം ആയിരിക്കുന്നു, അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങൾ സ്വപ്നം കാണുന്നവരായിരിക്കാം അല്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാവും. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കൂ. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണുക, അതിൽ വിശ്വാസം അർപ്പിക്കുക. കാരണം നമ്മൾ നല്ല പ്രവൃത്തികളെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതേ സ്വപ്നം കാണാൻ പറ്റൂ. അവിടെ നമുക്ക് വിശ്വാസം കൊണ്ടുവരാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് ഒരു ഫസ്റ്റ് മൂവ് എടുത്തോ, അവിടെ എന്താണ്, ബോൾഡ് ആവണം, കുറച്ച് ധൈര്യം സംഭരിക്കണം. മനസ്സിലായി? വെറുതെ ചത്തോ ചതഞ്ഞോ എന്ന് പറയുന്ന ആ ഒരു എനർജി അല്ല വേണ്ടത്. നെഗറ്റീവായ എനർജി, ലേസി ആയിട്ട് ഒന്നും ഇരിക്കാൻ പാടില്ല, മടി പിടിച്ചിരിക്കാൻ പാടില്ല, ഉറക്കം തൂങ്ങി ഇരിക്കേണ്ട. ഇവിടെ എന്താണ്, ബോൾഡ് ആവണം, കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരൂ, ഏത് പ്രവർത്തികളിലേക്കും മുന്നോട്ട് തുടക്കം കുറിക്കാൻ. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വരുന്നത് റിവലേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിവലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള ഒരു സമയം വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരികയാണ്. അപ്പൊ നമുക്ക് പണ്ടുണ്ടായിരുന്ന ചില അനുഭവങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാകും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിന്റെ യഥാർത്ഥ സത്യം പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതുവരെയും വിചാരിച്ചിരുന്നു എന്താണത്, അങ്ങനെ സംഭവിച്ചത് എന്താണ് എൻ്റെ ജീവിതത്തിൽ അല്ലെ? ചിലപ്പോൾ നിസ്സാരമായ ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ നമ്മളെ കളങ്കപ്പെടുത്താൻ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ആ ഒരു പരാജയം വന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു സമയം വരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാണ് ഇപ്പോഴെന്ന് വരുന്ന ഈ ഒരു മാസത്തിൽ. ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്, അതായത് കൂടിച്ചേരാനുള്ളത്. സൈക്കിൾ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നല്ല ദമ്പതികൾ തമ്മിൽ അടുത്തുകൂടുന്നു. അതാണ് ഇവിടെ ഹാർമണി. ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. കുടുംബസഹിതം ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സമയം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അക്സെപ്റ്റൻസ്, നിങ്ങളിലേക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വരുന്നു എന്നുള്ളതാണ്. ഡിവൈനായിട്ട് നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റുകൾ തരാനുള്ള സമയം ആയിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ, ഒന്നുമില്ലേ, ആരെങ്കിലും ഒരു ക്രിസ്മസ് കേക്കെങ്കിലും മേടിച്ചു തരും അല്ലേ? ക്രിസ്മസ് സമയമല്ലേ, ആരെങ്കിലും നമുക്ക് കേക്കൊക്കെ മേടിച്ചു തരും, ഇല്ലാതിരിക്കത്തില്ല, തരാതിരിക്കത്തില്ല, തരും, കിട്ടും നമുക്ക്. അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള സമയം ആയിരിക്കുന്നു. അപ്പം നമുക്കിനി ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി ഫസ്റ്റ് പൈൽ മാത്രമല്ല, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പൈൽ കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ നിങ്ങൾക്കുള്ള അഫർമേഷൻ അത് പറയാം. ഫസ്റ്റ് പൈലുകാർക്ക് വന്നിട്ടുള്ള അഫർമേഷൻ ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് എന്നാണ്. ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ്. നിങ്ങൾ ഇതൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റ് ചെയ്ത് നിങ്ങളുടെ അതായ അഭിപ്രായവും രേഖപ്പെടുത്തണം കേട്ടോ. കമന്റ് ചെയ്യുക. ഒരു വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടാം. എന്താണോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, അത് നിങ്ങൾക്ക് സന്തോഷം തന്ന സെന്റൻസ് എന്താണോ അത് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഈ ഒരു അഫർമേഷൻ ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് എല്ലായ്പ്പോഴും നിങ്ങൾക്കിത് പറയാവുന്നതാണ്. ഈ ഒരു എനർജിയെ ഉള്ളിലേക്ക് കൊടുക്കുക, ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് ചലഞ്ചസിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് വരും. അങ്ങനെയാണ് ജീവിതത്തിന്റെ സക്സസിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം.
ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കിങ് ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. സൺ കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നു. സെവൻ ഓഫ് വാൻസ്. ദ എംപറർ. ദ മൂൺ. നമ്മൾ 10 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ ലൈഫിൽ ഒരു നല്ല സക്സസ് വരുന്നുണ്ട്. ഇനി അതുമല്ല, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, ആ യാത്രയിൽ എന്തെങ്കിലും നേടണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം വളരെ നല്ല ഒരു എനർജിയാണ് 8 ഓഫ് വാൻസിൻ്റെത്. വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെയോ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറയുന്ന ഒരു തീരുമാനമാണ്. കണ്ടില്ല, ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിവാഹമൊക്കെ അടുത്തിരിക്കാം. അത് ചിലപ്പോൾ 2 കാസ്റ്റ് ആയിട്ടുണ്ടാവാം. അവിടെയൊക്കെ എന്താണ്, തീരുമാനം മാറ്റുന്നില്ല, ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല, പിന്മാറുകയില്ല, എന്തൊക്കെ സംഭവിച്ചാലും. മനസ്സിലായി, എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നില്ല. അപ്പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചുറ്റിനും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. എന്നിരുന്നാൽ കൂടെയും ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. എൻ്റെ വാക്കിന് വിലയുണ്ട്, എൻ്റെ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ട്. ഞാൻ അത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും, ഞാൻ അത് തന്നെ പ്രവർത്തിക്കും, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കൊണ്ടുവരും എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഴിയുന്നു ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനും ഈ തീരുമാനത്തിൽ നിന്ന് മാറാതെ നിൽക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജി. ഇത് വളരെ നല്ല എനർജിയാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് നീങ്ങാൻ പോകുന്നു. നിങ്ങൾ സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. മറ്റുള്ളവർ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, എന്തിനേയും ചലഞ്ചസിനെയൊക്കെ മറികടക്കാൻ കഴിവുള്ള, തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ കഴിവുള്ള ധൈര്യവാനായ ഒരു നേതാവെന്നുള്ള ഒരു നിലയിൽ നിങ്ങളെ അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അത്രമാത്രം പോസിറ്റീവായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് അംഗീകരിച്ച് തരുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ലഭിച്ച ഒരു സ്ഥാനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. എന്ത് പ്രശ്നങ്ങൾ കണ്ടല്ലേ ഇവിടെ, ഉണ്ടല്ലേ ഇവിടെ എന്ത് വലിയ വലിയ പ്രശ്നങ്ങളാണ് ചുറ്റിനും ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈൻസ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡാണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അടുത്തതായിട്ട് കിങ് ഓഫ് കപ്സ്. കപ്പിന്റെ എനർജിയാണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യമാണ്. മനസ്സിലായി, ഇവിടെ ആവേശത്തിന് പ്രാധാന്യം, ഇവിടെ ബുദ്ധിക്ക് പ്രാധാന്യം. സോഡെന്ന് പറയുമ്പോഴാണ് ബുദ്ധിക്ക് പ്രാധാന്യം. വാൻസ് എന്ന് പറയുമ്പോഴോ വാൻസ് ആവേശത്തിന് പ്രാധാന്യം. ഇവിടെ കപ്പ് എന്ന് പറയുമ്പോഴേ കപ്പ് ഇമോഷൻസിന് പ്രാധാന്യം. കപ്പിലല്ലേ നമ്മൾ ജലം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓളങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഇമോഷൻസ് ആണ്, ഹൃദയപരമായ ഇമോഷൻസ്. അങ്ങനെ അത് കൂടുതലായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിക്ക് പ്രവർത്തനം കുറയും. എന്നിരുന്നാൽ കൂടി ഇവിടെ ഒരേ ഒരു ചിന്തയിലിരിക്കുകയാണ്. ഇമോഷണലി വീക്കാണ് ഈ വ്യക്തി. നിങ്ങൾ അങ്ങനെയുള്ള ഒരു എനർജിയിലിരിക്കുന്ന ചില ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു വ്യക്തികൾ വന്നു ചേരാൻ വേണ്ടി, ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടാകും, അവർ വന്നു ചേരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കണം ഇവിടെ എന്ന് കാണുന്നുണ്ട്.
ഇവിടെ 4 of Wands എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള വേയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. 1111 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അതെന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കം കൊണ്ടുവരുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിവാഹം അടുത്തിട്ടുണ്ടെങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത, അതുപോലെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങിക്കാൻ സാധിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിൻ്റെതായ സന്തോഷം ആസ്വദിക്കാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 of Wands. മനസ്സിലായി? വാൺസ് ഫയർ സൈൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഒരുപാട് ആഘോഷത്തിൻ്റെതായ ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ഈ കൂട്ടുകാർ ഒന്നു ചേർന്ന് ഒക്കെയും സന്തോഷിക്കാനുള്ള അവസരമാണ് ഈ ഒരു മാസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സൺ കാർഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഹാപ്പിനെസ് ആണ്, ഹാപ്പിനെസ്സിലേക്ക് വരികയാണ്. ഇവിടെ വിവാഹത്തിലും കുഞ്ഞുങ്ങൾക്കും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെയും. പുതിയ വീട്, പുതിയ ജോലി, പുതിയ വാഹനം ഒക്കെയും ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ എന്താണ് വളരെയധികം ഇവിടെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിലും കണ്ടില്ലേ, യെല്ലോയിഷ് ആണ് ഈ കാർഡ്. ഇത് പ്രോസ്പെറിറ്റിയെ കുറിക്കുന്നതാണ്. ഐശ്വര്യം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഒത്തിരി സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ അവസരങ്ങൾ കണ്ടില്ലേ, ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് 2 of Cups എനർജിയാണ്. ഇവിടെ നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ, രണ്ടുപേരും കൂടെ ചേരുകയാണ്. ഒന്നുകിൽ വിവാഹം നടക്കുന്ന എനർജി ആവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതുമല്ല എങ്കിൽ പിരിഞ്ഞുപോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരാം. എന്നിട്ട് അവരുമായി സന്തോഷത്തിലേക്ക് മുന്നോട്ട് വീണ്ടും പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോംപ്രമൈസ് ചെയ്ത്, പരസ്പരം റെസ്പെക്ട് ചെയ്ത്, പരസ്പരം പഴിചാരാതെ. മനസ്സിലായി? പലരും പ്രവർത്തിക്കുന്ന എന്താണ്? പരസ്പരം പഴിചാരുകയാണ്. അവിടെ അസന്തുഷ്ടി നിറഞ്ഞ ഒരു ജീവിതം ആസ്വദിക്കുകയാണ് പലരും. ഇവിടെ അങ്ങനെയല്ല, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നു, പരസ്പരം സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിറപ്പകിട്ടാർന്ന ഒരു ജീവിതം കൊണ്ടുവരാൻ അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നീട് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാവാം. നിങ്ങളൊരു നല്ല ഹീലർ ആവാൻ, ടീച്ചർ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവരാവാം, അതുമല്ല എങ്കിൽ ഡോക്ടർ ആവാം, നഴ്സാവാം, ഏതൊരു ജോലിയിലും ആവാം. അവിടെ നിങ്ങൾ നിങ്ങളുടേതായ കടമകൾ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നു. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ, അവർക്ക് ഹീലിംഗ് കൊടുക്കാൻ, പോസിറ്റീവായ രീതിയിലുള്ള സംസാരം, അവർക്ക് നല്ലതുപോലെ ഹീലിംഗ് അനുഭവപ്പെടും. എന്നിട്ടോ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ സാമ്പത്തികം ഏൺ ചെയ്യാനായിട്ട് ഉള്ള പരിശ്രമം കൂടി നിങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ടീച്ചറായിട്ട് നോക്കിയിരിക്കുന്നവർ, ടീച്ചർ ജോലി കിട്ടാൻ നോക്കിയിരിക്കുന്നവർക്ക് അതൊക്കെ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ 7 of Wands എനർജി, ചുറ്റിനും കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി അവനവൻ്റെതായ ആ ഒരു എനർജി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു. എനിക്ക് മറ്റൊന്നും വേണ്ട, ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ്. ഇവിടെ എന്താണ്? മണിപൂര ചക്രയുടെ ആക്ടിവേഷൻ ആണ്. കാരണം ഐശ്വര്യം കൊണ്ടുവരിക, അല്ലെങ്കിൽ സോളാർ പ്ലക്സസ് ചക്ര, അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് റിമൂവ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയണ്ട, ഞാനിവിടെ എൻ്റെതായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾ വിട്ടിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തുന്നത്. അത് വേണ്ട, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ആദ്യം നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ സോളിനെ ഹാപ്പിനെസ് ആക്കുക. നമ്മുടെ സോളിന് എന്താണോ ആഗ്രഹിക്കുന്നത്, അതിന് എന്താണോ വേണ്ടത്, അതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിലേക്കാണ് നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് മെന്റലി നമുക്ക് സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ. മെന്റലി സ്ട്രെങ്ത് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കലി സ്ട്രെങ്ത് കൈവരികയുള്ളൂ. എന്നാൽ മാത്രമേ മെന്റലി ഫിസിക്കലി നമുക്ക് സ്ട്രെങ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പിയായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ വന്നിട്ടുണ്ട് എംപററാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്ഥിരമായ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്പം ഈഗോയുണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ കാര്യത്തിൽ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ മിടുക്കരായിരിക്കണം, അല്ലേ? നല്ല വഴിയിലൂടെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം മറ്റുള്ളവരെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ PSC ടെസ്റ്റൊക്കെ എഴുതിയിട്ട് ഗവൺമെൻറ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു ചാൻസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന സമയമാണ്.
പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം തകർന്നു തരിപ്പണമാകുന്നു, ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുണ്ടാകുന്നു. നിങ്ങളെ മറ്റുള്ള ഒരു എംപററുടെ സ്ഥാനത്ത് കരുതാൻ തുടങ്ങുന്നു. മനസ്സിലായി? മറ്റുള്ളവർ നിങ്ങൾക്കൊരു അംഗീകാരം തരുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഗവൺമെന്റ് ജോബ്, അതുമല്ലെങ്കിൽ സാലറിയൊക്കെ പെർമനന്റ് ആയിട്ടില്ല എങ്കിൽ അത് പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു സമയവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണോ പേടി അനുഭവിക്കുന്നത്, ആങ്സൈറ്റി, ഫിയർ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് കാര്യത്തിനാണോ ഉള്ളത്, പലപ്പോഴും ആവശ്യമില്ലാത്ത അനാവശ്യകരമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ആങ്സൈറ്റി, ഫിയർ ഒക്കെ കൊണ്ടുവരും. സോ അതെന്താകും? നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ എക്സാമൊക്കെ നല്ലതായിട്ട് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എന്നിരുന്നാൽ കൂടെ എന്താകും എന്നുള്ള ആ ഒരു ഭീതി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും, അല്ലേ? അപ്പൊ അത് ആ ഒരു സമയം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു, ചേഞ്ചസ് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കകം, ഇപ്പൊ ഇന്ന് നിങ്ങൾക്കൊരു മനപ്രയാസം വന്നാൽ നാളെ അത് മാറിപ്പോകുമെന്നല്ല, കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള എനർജി ഒറക്കിളാണ് ഹാപ്പി ഫാമിലി. ഹാപ്പി ഫാമിലി എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഒരു ഫാമിലിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അച്ഛൻ, അമ്മ, മക്കൾ ഒത്തുചേർന്ന് വളരെയധികം സന്തോഷകരമായിട്ട്, കണ്ടില്ലേ റെയിൻബോസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വളരെയധികം സന്തോഷമായിട്ട് ശുഭാപ്തി ചിന്തകളോടുകൂടി ഒക്കെയും യാത്ര ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്, സന്തോഷം അനുഭവിക്കാനുള്ള അവസരം വരുന്നുണ്ട്. യാത്രകൾ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കും, അല്ലെ? ഒന്നിച്ച് ചേർന്ന് കുടുംബസഹിതം ഒന്നിച്ച് പോകുന്ന യാത്രകൾ, അങ്ങനെ നിങ്ങൾക്ക് യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ചിലപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ കുടുംബസഹിതം യാത്ര പോകുന്ന എനർജി, കുടുംബസഹിതം സന്തോഷിക്കുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റോം വാണിംഗ്, നിങ്ങൾക്കൊരു കൊടുങ്കാറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾക്ക് 10 ആണ് നമ്പർ, ഇവിടെ നിന്നും അതെല്ലാം നിങ്ങൾക്ക് തീരാറായിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നാശനഷ്ടങ്ങൾ. വലിയൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നു, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില വീടുകളൊക്കെ തകർന്നു തരിപ്പണമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടികൾക്ക് നാശനഷ്ടം വരാം, അതുപോലെ നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്റ്റോം എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റ് എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ. പക്ഷെ ആ ഒരു കൊടുങ്കാറ്റിന് ഒരുപാട് നാശങ്ങളെ വിതയ്ക്കാൻ സാധിക്കും. ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും. അത്ര ഏറ്റവും വലിയൊരു നാശനഷ്ടത്തിൽ നിന്ന് നിങ്ങൾ നല്ല ഒരു സന്തോഷത്തിലേക്ക് പോകുന്നു, നല്ലൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടെമ്പിൾ പാത്താണ്. നിങ്ങൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഒരിക്കലും സത്യത്തെ കൈവിടാൻ പാടില്ല. മനസ്സിലായോ? സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകൂ. സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കള്ളം പറഞ്ഞ് നേടാൻ പോയി, നാളെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കള്ളം അങ്ങ് മറന്നു പോകും, അല്ലെ? അതേ സമയത്ത് സത്യസന്ധമായിട്ട് തന്നെ സത്യമാണ് നമ്മൾ അവിടെ പറഞ്ഞത് എങ്കിൽ തീർച്ചയായിട്ടും നാളെയും നമുക്ക് അതേ സത്യത്തെ പറയാൻ കഴിയും. അതുകൊണ്ട് എല്ലായ്പ്പോഴും സത്യം പറയാൻ ശ്രമിക്കൂ. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ഷേത്രത്തിലോട്ട് നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി, ദൈവികമായ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. ദൈവത്തെ കാണാനല്ലേ പോകുന്നത് അമ്പലത്തിലും ക്ഷേത്രത്തിൽ. അപ്പോൾ ഈ ഒരു വഴിയിൽ നമ്മൾ കള്ളം പാടില്ല, കള്ളം പറയാനും കള്ളം പ്രവർത്തിക്കാനും പാടില്ല. ഹൃദയത്തിൽ ശുദ്ധത നിറയ്ക്കൂ, പരിശുദ്ധി ഉണ്ടാവൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധി നിറയ്ക്കുന്നവർക്കാണ് കൂടുതലായിട്ടും ദൈവികമായ അനുഗ്രഹം ലഭിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിന്റെ വഴിയേ വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. ബ്രോക്കൺ ആരോ, എംബ്രേസ് ദ എനർജി ഓഫ് പീസ്. സമാധാനത്തിന്റെ എനർജിയെ എംബ്രേസ് ചെയ്യൂ. സമാധാനം വേണം. നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഒരുപാട് പണമുണ്ട്, പക്ഷെ നമുക്ക് മനസ്സമാധാനമില്ല. എന്ത് ചെയ്യാൻ പറ്റും?
അപ്പോൾ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ടതാണെന്നാണ് മനസ്സമാധാനം, മനസ്സിന്റെ സമാധാനം. മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവരണമെങ്കിൽ എന്താണ്? നമുക്ക് ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. ദുഷ്പ്രവർത്തികൾ, മറ്റുള്ളവരുടെ നല്ല വാക്കും നല്ല നന്മ ചെയ്യാൻ ശ്രമിക്കണം, അല്ലേ? മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നന്മ കൊടുക്കുക, നന്മ നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുക, നല്ല വാക്കുകൾ സംസാരിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നല്ല വഴിയിലൂടെ വരൂ, എനർജിയെ, സമാധാനത്തിന്റെ എനർജിയെ എംബ്രേസ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ധൈര്യമാണ്. ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ്. നിങ്ങൾ പേടിയില്ലാത്തവരായി തീരണം. പേടിച്ചല്ല ഒരു കാര്യവും ചെയ്യേണ്ടത്. പേടിയോടുകൂടി നെഗറ്റീവ് എനർജിയോ എനിക്കത് ലഭിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് അവിടെ പരാജയമാണ് വരുന്നത്, അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരൂ, ഫിയർലെസ് ആവൂ. ഫിയർലെസ്, പേടി ഇല്ലാത്തവരായിട്ട് വരൂ. ഉള്ളിൽ നിറയെ പേടിയാണ്, പറയുന്നതൊക്കെ ചുണ്ടുകൊണ്ട് പറയുന്നത് എന്താണ്? വളരെ വലിയ വലിയ കാര്യങ്ങൾ, അല്ലേ? വലിയ കാര്യങ്ങൾ. ഞാനത് നേടും, കൊള്ളാം, ഞാൻ ആരാന്ന വിചാരം പലരും പറയുന്നത്, ഞാൻ ആരാന്ന്. പക്ഷെ അങ്ങനെ പറയുന്നവരുടെ ഉള്ളിൽ വെറും എന്താണ്? വെറും ഭീരുത്വം നിറച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ ഉള്ളിൽ. ഇത് മനസ്സിലാക്കാതിരിക്കാൻ, ഇത് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ ആരാണെന്നറിയാവോ എന്നൊക്കെയുള്ള വലിയ വീരവാദങ്ങൾ പറയുന്നത്, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഫിയർലെസ് ആവും, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരൂ. മനസ്സിലായോ എന്നുള്ളതാണ്. ബി ദ ലൈറ്റ്. നിങ്ങൾ ലൈറ്റ് ആകൂ, നിങ്ങൾ പ്രകാശമാകൂ, മറ്റുള്ളവർക്ക് പ്രകാശമാകൂ. മറ്റുള്ളവർക്ക് പ്രകാശം ചെരിയുന്ന, ദീപം കാട്ടുന്ന ഒരു വിളക്കാവൂ. പ്രകാശം കൊടുക്കുന്ന ദീപം ആകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് മാറൂ എന്നുള്ളതാണ്. മറ്റുള്ളവർ കഷ്ടതയിലാണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. അതാണ്, മനസ്സിലായോ? അതാണ് മറ്റുള്ളവർക്ക് വെളിച്ചമാകൂ. ബി ദ ലൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ കഴിയണം നമ്മുടെ ജീവിതം. മനസ്സിലായോ? നമ്മൾ ഒരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ ജീവിതം ധന്യമാക്കുന്നത്. അങ്ങനെയാണ് അന്യർക്ക് വേണ്ടി സഹായം ചെയ്യുമ്പോഴാണ്, അതായത് അർഹത ഉള്ളവർക്ക്. മനസ്സിലായി? എല്ലാവർക്കും അങ്ങ് സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും അരുത്. മനസ്സിലായി? അർഹതയുണ്ടോ, അവരതിന് അർഹിക്കുന്നുണ്ടോ, അവർ ആ സ്ഥാനത്തിന് അർഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് സഹായം കൊടുക്കാം. ഭിക്ഷ യാചിക്കാൻ വന്നു, ആ ഭിക്ഷയ്ക്ക് അവരത് അർഹതപ്പെട്ടവരാണ് എങ്കിൽ അവിടെ വേണം നമ്മൾ സഹായം ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് അങ്ങനെയാണ് നമ്മളുടെ ജീവിതം ധന്യമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബി ദ ലൈറ്റ്. നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശമാകൂ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കൂ, മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാവൂ എന്ന് പറയുന്നത് അതാണ് ഇവിടെ. ഹാപ്പിനെസ്, നിങ്ങളിലേക്ക് ഹാപ്പിനെസ് വരും, ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ. കണ്ടില്ലേ, ഒരു ഹാർമണിയാണ് ഇത്. ഐക്യത്തിലൂടെ മുന്നോട്ട് സന്തോഷത്തിലൂടെ പോകാനുള്ള ഒരു സമയം വരുന്നുണ്ട്. സന്തോഷം വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതായത് നിങ്ങളുടെ കുടുംബസഹിതം, കുടുംബത്തിൽ ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിൽ ഐക്യം ഉള്ളപ്പോഴല്ലേ കൂടുതലും സന്തോഷം ലഭിക്കുന്നത്, അല്ലേ? ഐക്യം നിലനിർത്താൻ ശ്രമിക്കണം. ഐക്യമില്ലാത്ത ഒരു കുടുംബത്തിൽ എന്ത് സന്തോഷമാണ് നിലനിർത്താൻ പറ്റുന്നത്? ഒരിക്കലുമില്ല. ഒരാൾ ഒരു തരത്തിൽ ചിന്തിക്കുന്നു, അടുത്തയാള് മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നു. ഓപ്പോസിറ്റ്സ് ആണ്, എതിരാളികളാണ് വീട്ടിൽ കഴിയുന്നത്, ശത്രുക്കളാണ്, ശത്രുതാ മനോഭാവം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ ഒരു ശത്രു, ഭർത്താവിന് ഭാര്യയെ കാണുമ്പോൾ ഇതെന്റെ ശത്രു എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ എന്ത് ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത്, അല്ലേ? ഇല്ല. ഇത് നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം പറഞ്ഞ് ഒരേപോലെ സന്തോഷം അനുഭവിച്ച് ഒരേപോലെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അവിടെയാണ് സന്തോഷം കൊണ്ടുവരേണ്ടത് എന്നാണ് കാണുന്നത്. ഇവിടെ ത്രൈവിംഗ് ആണ്, പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരാനുള്ള സമയമായിരിക്കുന്നു. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഏതൊരു കാര്യത്തിലായാലും, നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യമാണ്, ജോലിക്കാര്യമാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യമാണ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്ന? ഒരു പ്രോഗ്രസ്, ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. ഇതുവരെ കഴിഞ്ഞതുപോലെ അല്ല,
ഇതുവരെ പരാജയത്തിലായിരുന്നു, ആ ഒരു പരാജയമല്ല ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു. ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ലഭിക്കാത്ത ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒന്ന് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ തല ഇങ്ങനെ കീഴോട്ട് കുനിഞ്ഞിരിക്കണം. ഒന്നും ചെയ്തില്ല, നമ്മൾ നല്ലവരാണ്, നമുക്ക് ഒന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നാൽ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെയോ ലീഡർഷിപ്പ്, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്നു. ചിലപ്പോൾ ചിലരൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടാവാം, അവർക്കൊക്കെ ജയിക്കാൻ പോകുന്നുണ്ടാവാം, മനസ്സിലായേ? ത്യാഗം ചെയ്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുന്ന നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരുന്നുണ്ട്, മറ്റൊരു അധികാര മനോഭാവം വരുന്നുണ്ട്, നിങ്ങൾക്കൊരു നേതൃത്വ പദവി ലഭിക്കാൻ പോകുന്നുണ്ട്. മറ്റുള്ളവർ അത് അംഗീകരിച്ച് തരുന്നതാണ്. നിങ്ങളെ ഒരു നേതാവായിട്ട്, ഇത്രയും ആൾക്കാരുടെ ഒരു നേതാവായിട്ട് നിങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നു, മറ്റുള്ളവർ അംഗീകരിച്ച് തരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ ഉള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത സമീപ ഭാവിയിൽ തന്നെ, മനസ്സിലായോ? ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്താണ്? ഏഞ്ചൽസ് പറയാണ്, ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണ് ടേക്ക് ആക്ഷൻ, ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് പറയുന്നുണ്ട്, ടേക്ക് ആക്ഷൻ പറയുന്നുണ്ട്, ഇൻ ദ നിയർ ഫ്യൂച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഫോർഗീവ്നെസ് എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഫോർഗീവ്നെസ്, യൂണിവേഴ്സിനോട് ഫോർഗീവ്നെസ് പറയണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ കർമ്മ കുറയ്ക്കാവുന്നതാണ്. മനസ്സിലായോ? നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ നിങ്ങൾക്ക് റിലീസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സിനോട് ഫോർഗീവ്നെസ് പറയേണ്ട അത്യാവശ്യ കാര്യമാണ് മാപ്പപേക്ഷ. അറിഞ്ഞും അറിയാതെയും കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഒരു ജന്മത്തെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തോൽവികൾ, പരാജയങ്ങൾ, മറ്റുള്ളവരിൽ ചീറ്റിങ്, മറ്റുള്ളവരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നത്, സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നത്, മറ്റു പല റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കർമ്മയാണ്. നിങ്ങൾ മുൻജന്മത്തിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള പല തെറ്റുകളും ഉണ്ടാവാം. നിങ്ങൾ വെറുതെ കളിതമാശയായിട്ട് മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവണം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവാം. അപ്പൊ അതിൻ്റെ എല്ലാം ഫലം എന്താണ്? ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഘവം വരണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഠിനത കുറയണമെങ്കിൽ, തീർച്ചയായിട്ടും കാഠിന്യം കുറഞ്ഞ് വരണമെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫോർഗീവ് മീ, എനിക്ക് മാപ്പ് തരൂ, താങ്ക് യു, എനിക്ക് മാപ്പ് തന്നതിന് നിങ്ങൾക്ക് നന്ദി, ഐ ലവ് യു. ഇതാണ് പറയണം. എല്ലായ്പ്പോഴും യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം. കിട്ടിയ സൗഭാഗ്യങ്ങൾക്കെല്ലാം താങ്ക് യു പറയണം. താങ്ക് യു പറയാതെ ഒരു നിമിഷവും നിങ്ങൾ ജീവിക്കരുത്. മനസ്സിലായി? ഏതൊരു കാര്യത്തിനും, ഏതൊരു സന്തോഷകരമായ കാര്യത്തിനായാലും നിങ്ങൾക്കത് ലഭിച്ചെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ക് യു പറയണം, മടിക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അങ്ങനെ താങ്ക് യു, ഫോർഗീവ്നെസ് പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങൾക്ക് ജീവിതം മെച്ചത്തിലേക്ക് കൊണ്ടുവരാം, മെച്ചപ്പെടുത്തിയെടുക്കാം, സക്സസ്സിലേക്ക് വരാൻ പറ്റും നിങ്ങൾക്ക്. മനസ്സിലായി? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇവിടെയോ ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ടേക്ക് ആക്ഷൻ, ആക്ഷൻ എടുക്കൂ. നിങ്ങൾ ഇപ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, ഫോർഗീവ്നെസ് പറയണമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളത് വെറുതെ വിട്ടു. അങ്ങനെ പാടില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കൂ. ശരി, ഞാനിത് നാളെ തന്നെ പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാനിത് പറയാൻ തുടങ്ങും, പറഞ്ഞു തുടങ്ങും ഞാൻ. അത്രമാത്രം ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത്, ഹൃദയം ആർദ്രമാകണം, ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത്, കണ്ണിൽ കണ്ണുനീര് പൊടിയണം. മനസ്സിലായ? ഹൃദയത്തിന്റെ ഭിത്തികളിൽ നനവുണ്ടാകുമ്പോഴാണ് കണ്ണിൽ കണ്ണുനീർ പൊടിയുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ ഈ ഒരു വൈബ്രേഷൻ അങ്ങോട്ട് കൊടുക്കണം യൂണിവേഴ്സിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുമോ, നിങ്ങൾ വിചാരിക്കുന്ന സക്സസ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത് ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത സമീപ ഭാവിയിൽ തന്നെയും നിങ്ങൾക്ക് നല്ല ഒരു മുന്നേറ്റം ഉണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പ്രോഗ്രസ് വരും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായി? ഇനിയും എന്താണ്? മൂണോളജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാലൻസ് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്ത് കൊണ്ടുവരൂ. അതായത് നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ ദൈവ ചിന്തകളും കൂടെ എന്താണ്? ബാലൻസ് ചെയ്ത് കൊണ്ടുവരൂ. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലെ? അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുക, ഫലം നമുക്ക് ദൈവം തരും. കഠിനമായിട്ട് അധ്വാനിക്കുകയാണോ, അതിന് ഫലം തീർച്ചയായിട്ടും നമുക്ക് ദൈവം തരും, തന്നിരിക്കും.
അതാണ്. അപ്പോൾ ദൈവത്തെ കൂടെ വിളിക്കണം, സ്പിരിച്വാലിറ്റിയിലേക്കൂടെ കടക്കണം, നല്ല പ്രവർത്തികൾ ചെയ്യുക, ദൈവത്തിൽ അർപ്പിതമായിട്ടുള്ള പ്രവർത്തികളും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം. ഇവിടെ പറഞ്ഞല്ലേ ഉള്ളൂ, ഫോർഗിവ്നെസ് പറയൂ, ചേഞ്ച് വരും, വരാതിരിക്കില്ല. അതാണ്, നല്ലൊരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആക്ഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ആക്ഷൻ? നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യാനുള്ള ആക്ഷൻ ഇപ്പോൾ തന്നെ തുടങ്ങും. അതാണ് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോർഗിവ്നെസ് പറയാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് കുറഞ്ഞൊരു 21 ദിവസത്തിനകം അത് പറയേണ്ട രീതിയിൽ പറയണം. നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. ഇവിടെ ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ്, ബിഗിനിങ്സ് ആണ്, തുടക്കം വരുന്നത്. ഒരു നല്ല ജീവിതത്തിന്റെ തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുപോലെ ആഗ്രഹ സഫലീകരണം, ഡിസിഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു. ആ തീരുമാനം നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് നീട്ടും. മനസ്സിലായ? നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ തീരുമാനങ്ങൾ. നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണ്, അങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പുതിയ പുതിയ തുടക്കങ്ങൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സഫലീകരണവും വരും എന്നാണ് ഗണപതി ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ആണ്. കണ്ടില്ലേ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിവർത്തനം വരികയാണ്. ബട്ടർഫ്ലൈ പ്യൂപ്പയായിട്ട്, പുഴുവായിട്ട് വന്നിട്ട് വർണ്ണശബളമായി, ഇത്ര മനോഹരമായ ചിത്രശലഭമായിട്ട് സൊസൈറ്റിയിലൊക്കെ പാറിപ്പറക്കുന്നു, അല്ലെ? ഇലകളായ ഇലകളിലും പൂക്കളായ പൂക്കളിലും ഒക്കെ പാറിപ്പറക്കുന്നു. എന്തെങ്കിലും അറിയണം അതിന്, അല്ലേ? അങ്ങനെ പാറിപ്പറക്കാൻ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്കും അതിന് കഴിയും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സന്തോഷം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങളുടെ പരിവർത്തനത്തിന്റെ ആളാണ് ബട്ടർഫ്ലൈ, അല്ലേ? അപ്പൊ ഈ ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തത് ഇതാണ്. ഇവിടെയോ നിങ്ങൾക്കുള്ള അഫർമേഷനാണ്, ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ, അല്ലേ? ഞാൻ സ്മാർട്ടാണ്, കേപ്പബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഒക്കെ കണ്ടിട്ട് വെറുതെ അങ്ങ് കൈവിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു അഫർമേഷനും, ഐ ആം സ്മാർട്ട് ആൻഡ് കേപ്പബിൾ, ഈ ഒരു അഫർമേഷനും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എല്ലായ്പ്പോഴും ഈ ഒരു എനർജി നിങ്ങളിൽ നിറയ്ക്കണം. ഭീരുത്വം പാടില്ല, പരാജിത ഭാവം ഒരിക്കലും പാടില്ല. ഞാൻ സ്മാർട്ടാണ്, ഞാൻ കേപ്പബിൾ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇന്ന് കമൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്നും, ഈ റീഡിങ്ങിൽ നിന്നും അനുഭവപ്പെട്ട കാര്യം കൂടെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, എന്നിട്ട് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീഡിങ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.